ഹായ് കൂട്ടുകാരെ, നമസ്കാരം. 2 ദിവസമായിട്ട് വീഡിയോസുകളൊന്നുമില്ല. ഞാനൊരു ഹോസ്പിറ്റൽ കേസിലൊക്കെ ആയിരുന്നു, അത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പാട്ടിനെ പറ്റി പറയാനാണ് കേട്ടോ. നമ്മൾക്ക് ഒത്തിരി ആളുകൾക്ക് പാട്ട് പാടാൻ നല്ല കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്ക് പാടാൻ പേടിയാണ്. കാരണം ആ പേടി എന്തുകൊണ്ടാണെന്നറിയോ? ചിലര് പാടുമ്പോ 2 ലൈൻ പാടുമ്പോ മൂന്നാമത്തെ ലൈൻ പാടുമ്പോ പിന്നെ കാറ്റായിരിക്കും വരുന്നത്, സൗണ്ട് ഒന്നും വരില്ല പുറത്തേക്ക്. ചിലര് പാടുമ്പോ ബ്രീത്ത് കിട്ടാതെ വരും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രീത്ത് എടുത്ത് വിടുക. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ അവർക്ക് തന്നെ അതൊരു ചമ്മല് പോലെ വരും. അപ്പൊ അത് കൊളായെങ്കിലോ ആൾക്കാർ കളിയാക്കിയെങ്കിലോ എന്നൊക്കെ ഉള്ള ഒരു പേടി കൊണ്ട് ചിലര് പാടില്ല. അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 അത് അങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ വിടരുത്. നമ്മൾ എന്തൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എക്സസൈസ്, പ്രാക്ടീസ്, പാടാൻ കഴിവുള്ള ആളുകൾക്ക്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെളുപ്പിന് ഒരു 4 മണിക്ക് എണീക്കാൻ നോക്കുക. വേണ്ട, 4 മണിക്ക് എണീച്ചില്ല, 5 മണിക്കെങ്കിലും എണീക്കാൻ നോക്കുക. എന്നുവെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്ന് 1 കപ്പ് വെള്ളം, തണുത്ത വെള്ളം കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം, നേരെ ചൂടിൽ വെള്ളം എടുത്തിട്ട് ലേശം കുരുമുളകും ലേശം ചുക്കും ചതച്ചയിലിട്ടിട്ട് നമ്മൾ കുടിക്കുക. കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റിയിരിക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ബ്രീത്ത് എക്സസൈസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചിട്ട് തന്നെ ശ്വാസം വലിച്ചെടുക്കുക. അപ്പൊ നമ്മളൊരു ടൈമർ ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മളിങ്ങനെ ശ്വാസം വലിച്ചെടുക്കുമ്പോൾ എത്രയും ശ്വാസം നമ്മൾ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അത്രയും സ്റ്റോർ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്ലോവിൽ അങ്ങോട്ട് വിടുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ 20 മിനിറ്റ്, പിന്നെ അത് കഴിഞ്ഞ് 25 മിനിറ്റ്, പിന്നെ 30 മിനിറ്റ്, പിന്നെ 35 മിനിറ്റ്, അങ്ങനെ കൂട്ടി 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 കൊണ്ടുവരാം. അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ആ എക്സസൈസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്വാസം ഇങ്ങനെ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ വയറ് ഉള്ളിലോട്ട് ഒട്ടിപ്പോവരുത്, പുറത്തേക്ക് ഇങ്ങനെ വീർത്ത് വരണം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വയറ് വീർത്ത് വരണം, ഉള്ളിലോട്ട് ഒട്ടി പോവരുത്. വയറ് വീർത്ത് പുറത്തേക്ക് വന്നാലാണ് ആ എക്സസൈസ് കറക്റ്റ് ആവുക കേട്ടോ. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നത്തെ എക്സസൈസ് ഇതാണ്. ഇങ്ങനെ ഒരു 7 പ്രാവശ്യം ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു 7 പ്രാവശ്യം ചെയ്യാം. പിന്നെ മുഖം വെച്ചിട്ട് ഇങ്ങനെ 7 പ്രാവശ്യം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നാവ് കൊണ്ട് ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും 7 പ്രാവശ്യം വെച്ച്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കാർവലിക്കില്ല, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കില്ല, അതുപോലെ 7 പ്രാവശ്യം. പിന്നെ കൊച്ചു കുട്ടികൾ വണ്ടി ഓടിക്കുന്ന പോലെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ നീട്ടി എത്ര ലെങ്ത്തിൽ കൊണ്ടുപോകും അങ്ങനെ അത്ര ലെങ്ത്തിൽ 7 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ ഒരു 15 ദിവസം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങളിലുള്ള മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.